വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചു നൽകി AIMIM കൗൺസിലറെ അയോഗ്യനാക്കി. അസറുദ്ദീൻ ഒവൈസിയുടെ AIMIM പാർട്ടിക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ BMC കൗൺസിലറായ റോഷൻ ഇർഫാൻ ഷെയ്ഖിനെ ഇപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ്, അതായത് വ്യാജ OBC ജാതി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ട് അയോഗ്യനാക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പോൾ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ വീണ്ടും മാറിമറിയുകയാണ്. OBC സംവരണ വാർഡായ മനാഖുറത്ത് ശിവാജി നഗറിലെ വാർഡ് നമ്പർ 138 നിന്നാണ് ഈ ഒരു നേതാവിനെ ഇവിടെ വിജയിപ്പിച്ചത്. എന്നാൽ ജില്ലാ ജാതി സർട്ടിഫിക്കറ്റ് സസൂക്ഷ്മമായി തന്നെ പരിശോധിച്ച് അവിടെ ഒരു സമിതിയാകട്ടെ അന്വേഷണത്തിൽ സർട്ടിഫിക്കറ്റ് അസാധുവാണ് എന്ന് കണ്ടെത്തിയോടുകൂടി തന്നെ ഈ കൗൺസിലറുടെ പദവി നഷ്ടമാവുകയാണ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം മറ്റൊന്നാണ്. നിയമപ്രകാരം ഇത്തരം സാഹചര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാറില്ല. പകരം തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിക്കാണ് കൗൺസിലർ പദവിയിലേക്ക് വഴി തുറക്കുക. അതോടുകൂടി തന്നെ ഈ വാർഡിൽ 2ാം സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥി വിജയിച്ചതായി തന്നെ പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യത ശക്തമായിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ BJPക്ക് വലിയൊരു സാധ്യതയും ഒരു വഴി തുറക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സമാനമായ മറ്റൊരു കേസിൽ അയോഗ്യത നേരിട്ടുകൊണ്ട് വാർഡിൽ 2ാം സ്ഥാനാർത്ഥിയായ ശിവസേന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥിക്കും കൗൺസിലറാകാൻ സാധ്യതയുണ്ട്. ഇതോടുകൂടി തന്നെ ഒരു തിരഞ്ഞെടുപ്പും നടത്താതെ തന്നെ BJP ശിവസേന സഖ്യത്തിന് 2 അധിക സീറ്റുകൾ ലഭ്യമാകാനുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരു ജാതി സർട്ടിഫിക്കറ്റ് വിവാദം ഇപ്പോൾ 2 സീറ്റുകളുടെ രാഷ്ട്രീയ നേട്ടം കൂടിയാവുകയാണ്. മുംബൈ കോർപ്പറേഷനിലെ അധികാര സമവാക്യങ്ങൾ വീണ്ടും ഇവിടെ മാറിമറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം BMCയിലെ പ്രതിപക്ഷ നിരയിൽ 2 മാസത്തിനിടെ തന്നെ സംഭവിക്കുന്ന 3ാമത്തെ അയോഗ്യനാണ് ഇതെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. റോഷൻ ഷെയ്ഖിന്റെ ഭർത്താവായ ഇർഫാൻ ഷെയ്ഖ് പറയുന്നതനുസരിച്ചുകൊണ്ട് അവിടെ കോർപ്പറേഷൻ അതിവേഗത്തിലാണ് നടപടികളിലേക്ക് കടന്നത്. ജില്ലാ സമിതിയുടെ ഉത്തരവാദിത്വത്തിനെതിരെ തന്നെ തങ്ങൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും ഈ മാസം 27-ന് കോടതി കേസ് പരിഗണിക്കാനിരിക്കവെയാണ് BMC അയോഗ്യത പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ കൗൺസിലറുടെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് 2ാം സ്ഥാനത്തെത്തിയ സമാജ്വാദി പാർട്ടി പ്രതിനിധി മുഹമ്മദ് ബഹബൂഷ് ഷെയ്ഖ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആ ഒരു സമിതി വിശദമായ അന്വേഷണം നടത്തിവരുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് റോഷൻ ഷെയ്ഖ് സമർപ്പിച്ച ജുൽഹ സമുദായ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ആ ഒരു പരിണിത രീതിയിൽ അല്ലെങ്കിൽ ആ ജാതി പരിശോധനാ സമിതി ഇത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തി പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കൗൺസിലർ എന്ന നിലയിൽ ഇവർക്ക് ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുകയും ചെയ്തു. നേരത്തെ ഗുവാഡയിൽ ആ ഒരു വാർഡ് നമ്പർ 137 നിന്നുള്ള AIMIM കൗൺസിലർ സമീർ റംസാൻ പട്ടേലും അതുപോലെ തന്നെ മറ്റൊരു വാർഡിലേക്ക്, അതായത് 111 നിന്നുള്ള ശിവസേന ഉദ്ധവ് വിഭാഗം കൗൺസിലർ ദീപക് സവാന്തും സമാനമായ രീതിയിൽ അസാധുവായ ജാതി സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ അയോഗ്യരാക്കപ്പെട്ടിരുന്നു. BMC ജനറൽ ബോഡി യോഗത്തിൽ മേയർ റിതു ആകട്ടെ അവിടെ സമർപ്പിച്ച അയോഗ്യത ഔദ്യോഗികമായി തന്നെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മുംബൈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 8 കൗൺസിലർമാരെ വിജയിപ്പിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒവൈസിയുടെ പാർട്ടിക്ക് സമീർ പട്ടേലിനും റോഷൻ ഷെയ്ഖിനും ഈ ഒരു പദവി നഷ്ടമായതോടുകൂടി തന്നെ നിലവിൽ BMCയിലെ അംഗബലം 6 തന്നെ ചുരുങ്ങിയിരിക്കുകയാണ്. ഈ 2 അയോഗ്യതാ കേസുകളിലും ചെറിയ കേസുകളുടെ കോടതിയിലും ഹൈക്കോടതിയിലും അപ്പീലുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും വിവിധ തലങ്ങളിലേക്ക് അനുകൂലമായി തന്നെ എത്തുമോ ഇത് എന്നതാണ് ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നതായി തന്നെ AIMIM നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.